ബജറ്റിലെ വിവേചനത്തിനെതിരെ സമരം ചെയ്യാൻ പ്രതിഷേധിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു. പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുള്ള ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് എന്ന് കെ രാധാകൃഷ്ണൻ എം പി. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കു വേണ്ടിയാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. UDF എംപിമാർ ബജറ്റിനിടെ നിശബ്ദത പാലിച്ചുവെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്നും കെ രാധാകൃഷ്ണൻ മീഡിയ വണ്ണോട് പറഞ്ഞു. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ? ഇന്നലെ നമ്മുടെ കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റ് അത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്താകെ ഉയർന്നു വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളെയും പൂർണ്ണമായിട്ടും തടഞ്ഞുകൊണ്ടും ചില താല്പര്യങ്ങൾക്ക് വിധേയമായിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ്. അതായത് തങ്ങളുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലെ സംസ്ഥാനങ്ങളെ പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കുകയും ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ കണ്ട് നിവേദനം സമർപ്പിച്ചിട്ടും നമ്മുടെ കേരളത്തോട് യാതൊരു പരിഗണനയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ കാലത്ത് 11 മണിക്കാണ് പാർലമെൻറ്റ് ആരംഭിക്കുന്നത്. 10:30 ഇന്ത്യ സഖ്യത്തിൻ്റെ ആളുകളെല്ലാം പാർലമെൻറ്റ് മുമ്പിൽ എത്തുകയും അതിൻ്റേതായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രതിഷേധത്തിന് ശേഷം സഭയിൽ ചോദ്യോത്തരവേളയും സീറോ ഓവറിലും പങ്കെടുക്കുകയും ബഡ്ജറ്റിൽ ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യം എന്താണെന്നനുസരിച്ചുകൊണ്ട് പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.